അടുക്കളകളിൽ ഉപയോഗശൂന്യമായി വലിച്ചെറിയുന്ന ചിരട്ടകൾ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കുമെന്ന് തെളിയിക്കുകയാണ് ഒരു പൂർവ്വ സൈനികൻ. കൊല്ലം പേനാട് സ്വദേശി വിശ്വനാഥൻ പിള്ളയാണ് ചിരട്ടയിലും തടിയിലും വ്യത്യസ്തയാർന്ന ശില്പങ്ങൾ നിർമ്മിച്ച് ശ്രദ്ധേയനാകുന്നത്. ഒരു യന്ത്ര സാമഗ്രികളുടെയും സഹായമില്ലാതെയാണ് കൈകൾ കൊണ്ട് ഈ ശില്പങ്ങളെല്ലാം നിർമ്മിച്ചത്. നിലവിളക്ക്, ശിവലിംഗം, സർപ്പങ്ങൾ, കിണ്ടികൾ, വിവിധ ഇനം ചെടികൾ, പൂവുകൾ തുടങ്ങി ആരെയും അത്ഭുതപ്പെടുത്തുന്ന ശില്പങ്ങളാണ് വിശ്വനാഥൻ പിള്ളയുടെ കരവിരുതിൽ വിരിയുന്നത്. നാം ഉപയോഗശൂന്യമായി വലിച്ചെറിയുന്ന ചിരട്ടകളും തടിക്കഷ്ണങ്ങളുമാണ് പ്രധാന ഉപാധികൾ. യാതൊരു യന്ത്ര സാമഗ്രികളുടെയും സഹായമില്ലാതെ ഹാക്സോ ബ്ലേഡ്, സാൻഡ് പേപ്പർ, പശ തുടങ്ങിയവ ഉപയോഗിച്ചാണ് ശില്പങ്ങൾ നിർമ്മിക്കുന്നത്. വളരെയധികം ഏകാഗ്രതയോടെ ചെയ്യുന്ന ശില്പനിർമ്മാണം പൂർത്തിയാക്കാൻ 1 മുതൽ 3 മാസം വരെ വേണ്ടിവരുമെന്നാണ് വിശ്വനാഥൻ പിള്ള പറയുന്നത്. ഞാൻ ചിരട്ടയിലുണ്ടാക്കാം, തടിയിലുണ്ടാക്കാം, പിന്നെ എന്ത് അസംസ്കൃത വസ്തു കിട്ടിയാലും അതുകൊണ്ട് എനിക്ക് ഉണ്ടാക്കാൻ കഴിയും. അത് ഞാൻ ഉണ്ടാക്കിയിരിക്കും. അത് വേറെ ആരുടെയും ഒരു അവരുടെ പാർട്ടിസിപ്പേഷനോ ഒന്നും ആവശ്യമില്ല. ഒറ്റയ്ക്ക് ചെയ്യുന്നതാണ് ഏറ്റവും ഇഷ്ടം. എൻ്റെ ഇഷ്ടത്തിനാകുമ്പോൾ എൻ്റെ സ്വന്തം ഇഷ്ടത്തിന് എനിക്ക് ചെയ്യാൻ കഴിയും. അതാണ് എൻ്റെ ഏറ്റവും ഇഷ്ടം. ഇപ്പോൾ തന്നെ വേറൊരു സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് അടുത്തൊരു ശില്പം ഉണ്ടാക്കാനായിട്ട് എടുത്ത് വെച്ചിരിക്കുകയാണ്. അതും സമയം കിട്ടുന്നില്ല, കാരണം വേറെ നല്ല മെഷീനറീസ് ഒന്നുമില്ല. ഹാക്സോ ബ്ലേഡും ഈ സാൻഡ് പേപ്പറും പേസ്റ്റും മാത്രമേ ഞങ്ങൾക്ക് കൂടുതൽ ഉപയോഗിക്കുന്നുള്ളൂ. ഇപ്പോൾ ഇത് കട്ട് ചെയ്യുന്നതിൻ്റെ പൊടിയെടുത്ത് തന്നെ ഇത് വലുതും ഫില്ല് ചെയ്ത് അത് കറക്റ്റായിട്ട് കൊണ്ടുവരും. ഇന്ത്യൻ എയർഫോഴ്സിൽ നിന്ന് വിരമിച്ച് നാട്ടിലെത്തിയ വിശ്വനാഥൻ പിള്ള അച്ഛന്റെ പാത പിന്തുടർന്ന് കൃഷിയിലേക്ക് ഇറങ്ങി. കാർഷിക വൃത്തിക്കൊപ്പം മറ്റെന്തെങ്കിലും എന്ന ആശയമാണ് ശില്പനിർമ്മാണത്തിലേക്ക് എത്തിച്ചത്. സീക്വൻസ് ചെയ്യും, പിന്നെ കൃഷി ചെയ്യും, കലാപരമായിട്ടുള്ള ഇങ്ങനെ ചില ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്ന കൂട്ടത്തിലായിരുന്നു. പിന്നെ ഇപ്പം 2021 മുതൽ ഇതുപോലെ ചെറിയ ചെറിയ പരിപാടികൾ തുടങ്ങി ചെറിയ ആർട്ടുകൾ ഉണ്ടാക്കിയെടുത്തു. അതുണ്ടാക്കിയത് വ്യവസായ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയതല്ല. എൻ്റെ സന്തോഷത്തിന് കാണികൾക്ക് എന്നേക്കാൾ കൂടുതൽ സന്തോഷം ഉണ്ടാകാൻ വേണ്ടി ചെയ്തതാണ് ഇത്രയും. ഇത് വിൽപ്പനയ്ക്കായിട്ടല്ല, വിൽപ്പനയ്ക്ക് കൊടുക്കാൻ മതിയായ വില കിട്ടിയാൽ കൊടുത്ത് കാശ് മേടിച്ച് അത് നിർദ്ധനരായ രോഗാവസ്ഥയിൽ കഴിയുന്നവരുടെ കണ്ണീരൊപ്പം തൂവാനായ മാത്രമേ. പ്രായാധിക്യം മൂലമുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും ജൈവ പച്ചക്കറി കൃഷി ഇപ്പോഴും തുടരുന്നുണ്ട്. താൻ നിർമ്മിച്ച വസ്തുക്കൾ വിറ്റുകിട്ടുന്ന കാശുകൊണ്ട് അവശത അനുഭവിക്കുന്നവരെ സഹായിക്കണമെന്നാണ് വിശ്വനാഥൻ പിള്ളയുടെ ആഗ്രഹം. ജനം, കൊല്ലം.